ഹലോ ഗൈസ്, കുഞ്ഞാനാണ്. ഒരു ചെറിയൊരു യാത്രയുടെ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നല്ല അടിപൊളി കടലിൻ്റെ കാഴ്ചകളും കടലിൻ്റെ പരിസരത്തുള്ള കാഴ്ചകളും കടലിൻ്റെ ഉള്ളിലുള്ള കൊട്ടാരത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കി. അല്ല സൂപ്പറാ, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും പരമാവധി വീഡിയോ ഷെയറും ചെയ്യുക, ലൈക്കും ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്രക്കുള്ള ട്രെയിനാണ് വരുന്നത് കേട്ടോ. നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഒരു യാത്ര ചെയ്യണതൊക്കെ ജീവിതത്തിൽ നല്ലതാണ്. മനസ്സിനൊരു സമാധാനം കിട്ടാനും മനസ്സിൻ്റെ സുഖം കിട്ടാൻ. കുറേ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ എവിടേക്കൊക്കെ പോകാൻ നമുക്ക് സമാധാനമില്ല. അതൊരു ഒളിച്ചോട്ടമൊന്നുമല്ല കേട്ടോ. ഇത് സമാധാനം കിട്ടും. ഒരു യാത്രകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. എല്ലാവരും പറ്റുന്നവരൊക്കെ ഒന്ന് പോയിക്കോളും. നല്ല അടിപൊളി വൈബുള്ള സ്ഥലം കാണാൻ നല്ല രസമാണ്. നാലുപുറം കടലും കടലിൻ്റെ ഒക്കെ ഇതിൽ നല്ല കൊട്ടാരം പോലത്തെ പെരകളും എന്ത് രസമാണെന്ന് വരെ കാണാൻ. വല്ലാത്ത യാതൊരു സുഖമാണ്. നമുക്ക് നല്ലോണം ഇഷ്ടമായി. എന്തായാലും സ്ഥലം നല്ല രസമാണ് കാണാൻ. എല്ലാ തിരക്കും നല്ല ആൾക്കാരും. എന്താ രസം കണ്ടപ്പോൾ പാറയുടെ മുകളിലാണ് കൊട്ടാര സമാനമായ പരിപാടി. എന്തൊരു ചേല നോക്കിയല്ലേ. അതിനകത്ത് ഗ്ലാസ് പാലുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. ഒക്കെ ആൾക്കാരാണ്, നല്ല ജനം അതിൻ്റെ ഉള്ളിൽ കൂടെ. നമ്മൾ അങ്ങോട്ടൊന്നും കയറാൻ പോയിട്ടില്ല. എന്താ ബോട്ടിൽ കയറാനുള്ള ആൾക്കാരെ തിരക്കാണ് കാണുകയാണെങ്കിൽ എന്ത് ജോയി തിരക്കെന്ന് അറിയാം. ബോട്ടിൽ കയറിയിട്ട് വേണം അങ്ങനെ അങ്ങോട്ട് വരാൻ. ഇതിങ്ങനെ റോട്ടിൽ കൂടെ ഒക്കെ ഫ്രീ ആട്ടോ. അങ്ങോട്ട് റോഡാണ്, അങ്ങോട്ട് മേലെ കൂടെ ഒക്കെ ഫ്രീ ആണ്. കിലോമീറ്റർ കണക്കിനെ ഫ്യൂ നിൽക്കണം ബോട്ടിൽ കയറാൻ വേണ്ടി. ആൾക്കാരവിടെ പോയിട്ടുണ്ട്. അടിപൊളിയാണ്. എന്താ കണ്ടില്ല നിങ്ങളെ കടലിന്റെ നാടൊക്കെ നമുക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിട്ട് ഒരു തലക്കുന്ന ഒരു സ്ഥലം വരെ ഇങ്ങനെ വഴി ഉണ്ടാക്കി വെച്ചിക്ക. പൈമക്കൂടെ ഇങ്ങനെ സഞ്ചരിക്കാണ്. ഇതൊക്കെ വല്ലാത്തൊരു കാഴ്ചയാണ്. കാണാത്ത കാഴ്ചകൾ കുഞ്ഞാനുങ്ങളെ കാണിക്കണം. അപ്പൊ കാണാത്തവരൊക്കെ കണ്ടോളി മുത്തുമണികളെ. കാണാത്തവർക്കൊക്കെ കാണാമല്ലോ. ഒരു തലക്കുന്ന ഒരു തല വരെ റോഡുണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ കാണാൻ വേണ്ടിട്ടേ കണ്ടില്ലേ. അല്ലാത്ത ജാതി എന്തായാലും എന്തൊരു ചേലാണ് കണ്ടോ. അപ്പുറത്തുണ്ട് ഇങ്ങനെ വഴി കടലിന്റെ നടുവ് കൂടെ ഇങ്ങനെ വഴിയിട്ട് വെട്ടിയിട്ടിക്കണു. ആൾക്കാർക്ക് ഇങ്ങനെ വള്ളത്തിൽ കൂടെ നടന്നു പോകാൻ കടലിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. കണ്ടോ, വല്ലാത്ത ജാതി സംഭവങ്ങളാണ് ഇവിടെ. ഏതാ ബീച്ചിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഏതാ കടലിൽ നിന്നുള്ളത് അറിയണതൊക്കെ പറഞ്ഞോളി, കമന്റ് ഇട്ടോളി. എന്തോ ഒരു ചേലാണ് കണ്ടോ. എന്ത് ചേലുണ്ട്. ആകാശം ഇങ്ങനെ കടലിനോട് ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ് ആകാശം. കണ്ടോ, ഇപ്പം ചാടും വെള്ളത്തിൽ കയറില്ല എന്താ പറയുക. കടലിലേക്ക് ഇപ്പം ചാടും വെള്ളത്തിൽ കയറാണ് ആകാശം നിൽക്കണുണ്ടോ. അടിപൊളിയല്ലേ. അല്ലാത്ത ജാതി കാഴ്ചകളാണ്. കാണാത്തവരൊക്കെ കണ്ടോളി. നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചകൾ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പം കാണാത്തവരൊക്കെ കണ്ടോളി. പുതിയ പുതിയ കാഴ്ചകൾ ഞാനും ശരീഫ് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. എന്താണ് എത്ര നടക്കണം എന്നറിയാം. അങ്ങോട്ട് കിലോമീറ്റർ ഇങ്ങനെ നീട്ടിയിട്ടിക്ക വഴി. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറാക്കിയിട്ടിക്ക. കടലിലും പ്രകൃതി കണ്ടോ എന്ത് രസമാണെന്ന് അറിയാം. നാലുപുറം ഇങ്ങനെ കാണാൻ കണ്ടോ. അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും പറഞ്ഞില്ല എന്നാ മരിക്കണ്ട. എന്തൊരു ചേരാന്നറിയാം കാണാൻ. നമ്മളൊന്നും നോക്കി കണ്ട കാഴ്ച ഇത്രക്കായിട്ട് കണ്ടിട്ടുണ്ടല്ല. ഇവിടേക്ക് ആദ്യമായിട്ടാണ് എന്തായാലും വരുന്നുണ്ടോ. നിങ്ങളും കണ്ടോളി. അല്ലാത്ത ജാതി കാഴ്ചകളാണ് മക്കളെ. കാണിച്ചു തരാം. ഇനിയും വരാനുണ്ട് പുതിയ പുതിയ കാഴ്ചകളുമായിട്ട് നിങ്ങളെ മുന്നിൽ. ഇപ്പം കുറച്ചും കൂടി കഴിഞ്ഞ് അങ്ങനെ ഓരോ കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചു തരാം. അപ്പം എല്ലാവരും കണ്ട് ആസ്വദിച്ചോളുണ്ടോ. നിങ്ങൾക്ക് എങ്ങോട്ടും പോകാതെ നിങ്ങൾ കണ്ട് ആസ്വദിക്കാം നമ്മൾ മുഖാന്തരം. അപ്പം അതാണ് നമ്മളെ പിന്നാലെ ഫോളോ ചെയ്ത് കൂടെ കൂട്ടിക്കോളി. ഫോളോ ചെയ്യാത്തവരൊക്കെ കൂടെ കൂട്ടിക്കോളി. ഇതിവിടെ മണ്ണൊക്കെ ഒലിച്ചു പോയിക്കൊണ്ട് ഇവിടെ നല്ല പാറ കണ്ടുണ്ടോ. റാക്കിൻ്റെ പാറ ഇങ്ങനെ കൂട്ടിയിട്ടേ വഴി ഉണ്ടാക്കിയിട്ടേക്കുക. കടലിൽ ആൾക്കാർക്ക് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുക. എന്തായാലും നമ്മളെ സർക്കാർ, ഈ സർക്കാർ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി. എന്ത് രസമാണെന്ന് അറിയാം കാണാൻ. ഇല്ലാത്ത ജാതി മക്കളെ. അപ്പം എന്തായാലും കടലിൻ്റെ മധ്യഭാഗത്ത് എത്തിക്കുന്നു കേട്ടോ. കടലിൻ്റെ മറ്റേ അറ്റതാ കാണു പറഞ്ഞില്ല എന്നോ മാറിക്കണം. വല്ലാത്ത ജാതി കാഴ്ചകളാണ് ചങ്ങായിമാരെ. കണ്ടെങ്കിൽ എന്ത് രസമാണ് കാണാനെന്നറിയോ. ഈ പ്രകൃതിക്ക് എന്തൊരു ഭംഗിയാണ് പറിച്ചോ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ. എന്തൊരു സ്റ്റൈലാണ്, എന്തൊരു ചേലാണ് കണ്ടെങ്കിൽ. എന്താ രസം കണ്ടോ. കണ്ണെത്താ ദൂരത്ത് നോക്കത്താ ദൂരത്ത് ഇങ്ങനെ കിടക്കാണ്. കടലും ആകാശം ഇങ്ങനെ ഒരുപോലെ ഒരുമിച്ച് ഇങ്ങനെ കിടക്കണു. എന്താണ് ആ കടപ്പ് കാണാൻ രസം എന്ന് പറയുന്നത്. ഇതൊന്ന് കാണേണ്ട കാഴ്ച മക്കളെ. എല്ലാരും അടിച്ചു കയറി കണ്ടോളിട്ടോ. ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി. എല്ലാരും ആരും സ്കിപ്പ് ചെയ്യണ്ട. എന്തൊരു രസാന്ന് പറയാം. കടലിന്റെ മധ്യഭാഗത്തേക്ക് എത്തിക്കൊണ്ട് ഞാനും ശരീഫും പടയണ്ടോ. എന്താണ് കണ്ടോ. ശരീഫ് അങ്ങനെ നിന്ന് ആർമാദിക്കാണ് കാഴ്ചകൾ കണ്ടിട്ട്. ശരീഫിനെ ആദ്യമായിട്ട് കൊടുക്കാൻ കണ്ടിട്ടോ. ശരീഫിനെ ആദ്യമായിട്ട് ഇത് കാണിച്ചു വേണ്ടി കൊടുക്കാണ്. കണ്ടില്ല നിങ്ങള്.
ഏയ് കണ്ടോ, കടലിന്റെ നടുവില് കൊട്ടാരാണ് കയറ്റി വെച്ചിരിക്കുന്നത്. കൊട്ടാരം, അതും പാറയുടെ മുകളില്. വല്ലാത്ത ജാതി സംഭവങ്ങളാണ്. പാറയുടെ മുകളിലാണ് കൊട്ടാരം കയറ്റി വെച്ചിരിക്കുന്നത്. കണ്ടങ്ങള് എന്താണ് അതിന്റെ ചേലിന്ന് അറിയോ? കൊട്ടാരാണ് കടലിന്റെ നടുവിൽ. കണ്ട ഏയ് അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകളും അതിനൊത്ത പ്രകൃതിയും കാണാൻ എന്ത് രസാന്നറിയോ. തമിഴ്നാട് നിയമസഭാ മന്ദിരം കാണുമ്പോൾ ഉണ്ടാകും ആ കാഴ്ച. കണ്ടങ്ങള് എന്താണ് അതിന്റെ ഒരു ചേല്. മക്കളെ എല്ലാരും കണ്ട് ലേക്ക് 4 വട്ടം 5 വട്ടം കമർത്തിക്കോളി. അടിപൊളി, നല്ല അടിപൊളി കമന്റ് ചെയ്ത് നല്ല എല്ലാരും കൂടെ കൂടിക്കോളി. ആരും തട്ടി മാറ്റി കളഞ്ഞു പോകണ്ട, എല്ലാരും അടിച്ചു കയറി വരിക. എന്താണ് കാണാനെന്ന് നിങ്ങള്. നടുവിലാണ് മക്കളെ നമ്മള്, കടലിന്റെ നടുവില്. കണ്ടാ, കടലിന്റെ നടുക്കിലുള്ള കാഴ്ചയാണ്. എന്ത് രസാന്നറിയ കാണാ. കടലിന്റെ നടുവില് നമ്മളിങ്ങനെ നിന്നിട്ട് കാണാനേ എല്ലാத்தைയും അതൊരു സംഭവം തന്നെ മക്കളെ. അതൊക്കെ നമ്മൾക്ക് ഇങ്ങനെ കിട്ടണമെങ്കിലേ നമ്മൾ വന്ന് കാണുന്നതാണ്. നല്ല നല്ല ചേല കാണാൻ. കടലിന്റെ നടുവിലുള്ള കാഴ്ചകളാണ്. ഞങ്ങളിങ്ങനെ കടലിന്റെ നടുവൊക്കെ എത്തിക്കൊണ്ട് ഞാൻ ശരീഫും ഇവിടെ. കടലിന്റെ നടുവ് നല്ല കാറ്റ്, നല്ല വെയിലുണ്ട്. പക്ഷെ നമുക്ക് വെയിൽ അങ്ങനെ തോണിക്കൂല കേട്ടോ. നല്ല കാറ്റാ, അതുകൊണ്ട് വെയിലൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നൂല. നല്ല അടിപൊളി കാറ്റ്. നിന്നെ കാണാൻ എന്തഴകായി ചന്തമേറും പൂമതിയേ, ഉള്ളിലെന്നും നിൻമുഖമായി. എന്ത് രസാച്ചിട്ട കാണാൻ, കണ്ടാലും നമുക്ക് മതിയാവൂല. അത്രയും ഭംഗിയാ കാണാൻ. എല്ലാവരുമായിട്ട് കണ്ടോളി, നന്നായി കണ്ട് ആസ്വദിച്ചോളി. കാറ്റില് ഫോണൊക്കെ ഇപ്പൊ പോകുന്നതാണ്. അമ്മാതിരി കാറ്റടിക്കണ്. ഫോണെന്നാ കയ്യിൽ നിന്ന് പോണു. എന്താ കാറ്റാണ്ടോ. നല്ല കാറ്റാട്ടോ. കാറ്റിനപ്പോ നമ്മള് മാറിപ്പോകാണാവോ കടൽക്ക്. എല്ലാ കാറ്റ്. എന്തല്ലേ ഇപ്പൊ ഒന്നും കൂടി അടുത്ത് ഇപ്പുറത്തേക്ക് എത്തിട്ടോ. എന്ത് കാഴ്ചകളാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി കാഴ്ചയാണ്. സൂപ്പർ. ഇവിടെ ഒരു അമ്പലമുണ്ട് ഇതിൻ്റെ അടുത്തായിട്ട്. നമ്മുടെ തമിഴ്നാട് നിയമസഭാ മന്ദിരം പോലെ ഒരു അമ്പലമുണ്ട്. ഉള്ളിൽ അമ്പലമാണ്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്നും കയറില്ല. പുറം കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ അതില്ലേ. ഇതാണ് ആ സാധനം. നല്ല രസമാണ്. നല്ല രസമാണ്. ഇത് അടിയാൻ തിരമാടിക്കുന്നത്. നല്ല തിരയാണ് കടലടിക്കുന്നത്. നല്ല തിര, നല്ല അത്തരം കിട്ടും. നല്ല ജനം. കാഴ്ചകൾ കണ്ട് ഞായറാഴ്ച അല്ല, ഒരു ദിവസമായതുകൊണ്ട് നല്ല തിരക്കാ. കണ്ടില്ലേ, നല്ല തിരക്കാണ്. നമ്മളെന്തായാലും വേണ്ടപ്പോലെ എന്താ ആൾക്കാരതാ, കുറേ ആൾക്കാർ നമ്മുടെ ചൂണ്ടലുണ്ടോ. ചൂണ്ടൽ പിടിച്ച മീനാണ് ഇപ്പം കണ്ടേ. ചൂണ്ടൽ കണ്ടാണ്. എന്താണ് രസം എന്ന് പറഞ്ഞാൽ നല്ല രസം. ആൾക്കാർ ഇത്രയും ആൾക്കാരെ തന്നെ ഇങ്ങനെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് മക്കളെ നമ്മളെ പോലെ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് വന്നിട്ട് ആൾക്കാരുണ്ടാവും. എന്താണ് ആ സാധനം, എന്താണ് ആ സാധനം അടുത്തെത്തിക്കണം അതിൻ്റെ കേട്ടോ. നമ്മളിപ്പോൾ ഇതൊക്കെ കയറണമെങ്കിൽ നമ്മൾ ബോട്ടിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം കയറണമെങ്കിൽ. ബോട്ട് ഇങ്ങനെ സവാരി നടത്തുന്നുണ്ട്. അതൊക്കെ അതിക്ക് ആൾക്കാരെ കൊണ്ടുപോകാനാ. ആ ആൾക്കാരെ കൊണ്ടുപോകാൻ അവിടെ എന്താ തിരക്കുന്നത്. ഒരാൾക്കിൻ്റെ കിലോമീറ്റർ ആണെങ്കിൽ ക്യൂ നിൽക്കുക ആൾക്കാർ അതിൽ കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ നിൽക്കണേ ഒരുപാട് സമയം പിടിക്കും. ഞങ്ങൾ അതിലൊന്നും കയറാൻ വേണ്ടിയിട്ട് നിന്നിട്ടൊന്നുമില്ല. അതിലൊക്കെ പിടിക്കാണ്ട് സമയം അങ്ങനെ പോകുന്നില്ലാണ്ട് ഒരുപാട് ആൾക്കാർ. നല്ല തിരക്കാണ്, കിലോമീറ്റർ കണക്കിന് തിരക്ക്. അതിന് വരി കാണിച്ചാൽ എന്താ അതിൻ്റെ വരി എന്ന് പറയുന്നത്. നല്ല വരിയാണ്. ഒരുപാട് ആൾക്കാർ അതിന് വേണ്ടി കാത്തിക്കുകയാണ് ഇത് കയറാൻ വേണ്ടിയിട്ട്. എന്ത് ജാതി കാത്തിക്കുന്നതെന്ന് അറിയാം. നല്ല തിരക്കാണ്, നല്ല തിരക്കാണ്. അതൊന്നും നമുക്ക് നടക്കില്ല. നമുക്ക് പെട്ടെന്നുള്ള പരിപാടി, അടിപൊളി. വേഗം പോരുക, വേഗം കണ്ടുപോരുക. വണ്ടല്ലേ, പെട്ടെന്നുള്ള പരിപാടി നമുക്ക് നടക്കുള്ളൂ. അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കാനൊന്നും നമുക്ക് നടക്കില്ല. വേഗം കാണുക, വേഗം പോരുക. എന്നമാർക്കുള്ള പരിപാടി, അടിച്ചാൽ പൊളിച്ച പരിപാടിയാണ്. അതാണ് എല്ലാத்தைയും അതില്ലേ. നിങ്ങളെ എല്ലാവരും അടിച്ചു കയറി കണ്ടോളിട്ടോ. സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ എല്ലാവരും. അടിപൊളിയാ. കടലിന്റെ നടുവിലാ മക്കളെ പാറ. കണ്ടോ, കടലിന്റെ നടുവിൽ ഇങ്ങനെ പാറ. ഇങ്ങനെ കയറി പോയിട്ട് ഇരിക്കാൻ നല്ല സുഖം. പക്ഷെ അതിന് കയറാൻ അങ്ങോട്ട് പോകാൻ അയക്കണില്ല. പോലീസുകാരാ അവിടെ കേട്ടോ. ആ സാധനത്തിന്റെ അടുത്തെത്തിയിട്ട് നമ്മളൊക്കെ അവിടെയൊക്കെ പോകണമെങ്കിലേ നമ്മൾ ബോട്ടിന് ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കണം. ഒരുപാട് നേരം കാത്തിരിക്കണം. അപ്പോൾ അതിലൊന്നും ഇപ്പോൾ നമുക്കുള്ള സമയമല്ല. അപ്പോൾ അതിലൊന്നും നിൽക്കണില്ല. നമ്മൾ അടുത്ത സ്ഥലത്ത്, സ്വീകരണ സ്ഥലത്തേക്ക് പോകണം എന്തായാലും.
കണ്ടാൽ കൊതിക്കൊണ്ട് കരള് കൊതിക്കുന്ന കരമാ. ഇത്ര ആൾക്കാരാണ് കണ്ടുകളെ കടല് കാണാൻ വന്നിട്ടുള്ളത്. ഇത്ര ആൾക്കാരാണ് കണ്ടോ. ഇല്ലാത്ത ജാതി ആൾക്കാർ, നല്ല തിരക്കാണ്. സൺഡേ ആയിട്ട് നല്ല തിരക്കാണ്. നല്ല തിരക്കാണ്, നല്ല തിരക്ക്. നല്ല തിര അടിക്കണ കടൽ കേട്ടോ, നല്ല തിര കേട്ടാ, നല്ല തിര അടിക്കണ കടലില്, നല്ല തിര അടിക്കണ മക്കളെ കേട്ടോ. നല്ല തിര അടിക്കണ കടല്. നല്ല തിര അടിക്കണ കട. എന്താ കടല് കണ്ടല്ലേ, എകരുന്ന കടല് കേട്ടോ. നല്ല കാഴ്ചയാണ് കാഴ്ച. നല്ല സാധനത്തിന്റെ മുകളിൽ എകരത്ത് കയറിക്കുക കേട്ടോ. ഇല്ലാത്ത ജാതിയാണ്. ഇല്ല കാറ്റടിക്കണം. ഇത് ചേല കളർ കടല് രണ്ട് കളറിനാണ്. നീല കളറും കലങ്ങിയ കളറും പിന്നെ ആകാശത്തിന്റെ ഒരു കളറും. കേട്ടോ, എന്താണ് കുളിർമ. എന്തോ ഒരു ഭംഗിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ അവസാന മേലേക്ക് മേലയിൽ കരുത്താന്നറിയോ. അതൊരു സാധനമാണ്. ഇതിന്റെ അങ്ങനെ കരുത്തിൽ 5-8 നിലയാണത്. അതിന്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള നിലയിലുള്ള കയറിക്കണ്. ഈ കടല് കാണാൻ നോക്കി നിങ്ങൾ, എന്ത് ചേരാണ് കടല് കാണാൻ കണ്ടോ. ഇല്ലാത്ത ജാതി നല്ല കാറ്റാ. വീട്ടിൽ നിന്നിട്ടേ വീഡിയോ എടുക്കാൻ പേടിയാണ്. മാറുമോന്ന് പേടിയാണ്. കാറ്റ് നല്ല കാറ്റാണേ. കടല് ഫുള്ളായിട്ട് കാണാം ഇതിന്റെ മുകളിൽ കയറിയാല്. കണ്ടോ, ഫുള്ളായിട്ട് കാണാം ഇതിന്റെ മുകളിൽ. കടലാമ കടലാമ. നല്ല പേടിയാ കാറ്റടിക്കുമ്പോ. അതവേ ഫോണ് മാറിപ്പോയാ പോയി മാതിരി കാറ്റടിക്കണ. നല്ല കാറ്റ്. നല്ല കാറ്റുണ്ടാകുമ്പോഴേ ചൂട് കമ്മിയാട്ടോ. വെയിലത്താ നിൽക്കണത് നല്ല ചൂട് കമ്മിയാ. അതതിന്റെ സമാധാനം പറഞ്ഞ ആൾക്കാണ്.